സാധാ വെള്ളം കുപ്പിക്കാർ നിങ്ങൾ പറയുന്നത് വീഡിയോ എടുക്കാൻ ഞങ്ങൾ മറന്നു നോക്കി. വാട്ടർ പ്യൂരിഫയർ അല്ല അവിടെ. ഹലോ, രണ്ടീസാണെങ്കിൽ പ്രശ്നമില്ല, അതിൽ കൂടുതലാണെങ്കിൽ കേട്ടോ. വല്ലാൻ നീളം പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. ഇതെപ്പോഴും കഴിക്കണം, ഈ സ്റ്റാർട്ടിങ്ങിന് പമ്പ് എടുക്കണം. കേൾക്കണ്ട. ഇതിന്റെ പേര് സാൾട്ട്. റോസ് കളറാണ് സംഭവം. റീഫിൽ ചെയ്യണം. അത് കഴിയുമ്പോൾ ഇൻഡിക്കേഷൻ വരും. IFന്റെ ആണല്ലോ. LGയുടെ കിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ വരുന്നില്ല. സംഭവം ഒന്നേ എത്ര ടൈം കൊണ്ടുകൊണ്ടാണ് എടുത്ത് ചേഞ്ച് ചെയ്യേണ്ടത്? ഇത് നിങ്ങൾക്ക് 60 വാഷ് ഉണ്ട്. 60 വാഷ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ച ഈ സാധനം ഇത് ഇവിടെ IFB പോയിന്റ് ഉണ്ട്. എവിടെയാണ്? മോമത്തോ? അല്ലാന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ ആള് വരുന്നുണ്ട്, ഇവിടെ ടെക്നീഷ്യൻ ഉണ്ട്. സാധാ ഉപ്പ് പറ്റില്ല ഇതിന്. IFന്റെ ഇതിന്ന് കിട്ടില്ല, അല്ല വേറെ മാർക്കറ്റിൽ നിന്നും കിട്ടും. വലിയ മാളിലൊക്കെ വേണം, ഇവിടെ നമുക്ക് കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ ചെയ്യാൻ കേട്ടോ, ഈ ഫണലായിട്ടുള്ളതാണ്. ഇതിങ്ങനെ അടച്ചു വെച്ചിരിക്കുമോ. അപ്പൊ നിങ്ങൾക്കത് റീഫിൽ ചെയ്താൽ മതി, വെള്ളം പാരം. ഇത് മാത്രം ഇട്ടാൽ അത് കഴിയുമ്പോൾ ഇൻഡിക്കേഷൻ വരുമ്പോ മറ്റേ സാധനമൊക്കെ തന്നെ. അതതിന്റെ സോപ്പ് പൊടി ഉണ്ട്. പിന്നെ ഈ പാത്രം ഒരുമ്പോ ഗ്ലേസിങ് വരാണ്, അതൊക്കെ എവിടെ ഉണ്ടല്ലേ? അതൊക്കെ ഇതേമാതിരി നമ്മളെടുത്ത് പിന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരും. വെള്ളം ഇതില്ലേ, ഇതും ഇതുള്ളൂ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മറ്റേ അത് ഒരുപാടുണ്ടാവും. 2-3 മാസം നിങ്ങളെ വാഷിങ്ങിനനുസരിച്ചാണ്, ഒരുപാടുണ്ടാവും. പിന്നെ വാഷിങ് കഴിഞ്ഞാൽ ഇതിലൊരു ഫിൽറ്റർ ഉണ്ട്, അതായിരിക്കണം. ഇത് ഇടത്തോട് തിരിക്കുക, ഇതിങ്ങനെ അഴിച്ചു. ഇതില് വേസ്റ്റ് വന്നു
ചെറിയ ചെറിയ കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങൾ പാത്രം അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഒരു ദിവസം രണ്ടെണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാഷിങ് പിടിക്കുക. ഇതിങ്ങനെ വെക്കുക. അത് തിരിക്കുമ്പോൾ ലോക്ക് സൗണ്ട് വരും, ഹോട്ടൽ വരും. ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാനായാലും ഇത് സോപ്പ് പൊടിയില്ല. ഹാഫ് ലോഡ് ആണെങ്കിൽ 15 ഗ്രാം, ഫുള്ളാണെങ്കിൽ 25 ഗ്രാം. ഹാഫ് ലോഡ് ആവുന്ന സാധനം ഒരു റാക്കിലുള്ളുന്നുണ്ടെങ്കിൽ 15. ഏത് സോപ്പും കൂടി ഇട്ടാലും മതി. ഇതാ അതായിരിക്കണം അതിലെ വെള്ള കുപ്പി. ഇതെന്ത് ലിക്വിഡ്? ഇതാണ് പാത്രത്തിന് ഗ്ലേസിങ്. ഗ്ലേസിങ്. ഇതൊരു ഇൻസൈഡ് മറ്റേ സാധനം. ഇത് ഇല്ലാണ്ട് പാത്രം റെഡിയാക്കി മാത്രം ഇങ്ങനെ പൗഡർ അത് കാണുന്നില്ലെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി. ഇൻസൈഡും സാൾട്ടും ഉണ്ടെങ്കിൽ തന്നെ പാത്രം ഇത് നടക്കേണ്ടത് ഇതാ ഇതുവരെയാണ് മാക്സിമം. കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കടന്നു വരില്ലേ? ഇതൊക്കെ എത്രയോ വർഷമായിട്ട് കയ്യമ്മലാച്ചിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല. ഈ സാധനം ഇത്ര ചെറിയ ബോട്ടിൽ തന്നെ വരുന്നുള്ളൂ, വലിയത് ഇറങ്ങണില്ല. ഇതിങ്ങനെ ഇത്ര ചെറുത് തന്നെ വരുന്നുള്ളൂ. ഇതന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പകുതി ഇത് എത്രത്തോളം ബാക്കിയുണ്ടോ അടുത്തോട്ട് റീഫിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പകുതി ഉപയോഗിച്ചു. പുതിയ കുപ്പിയുടെ പകുതി ഇതിപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തത് പറഞ്ഞെങ്കിൽ 40-50 വർഷം നമ്മൾ ഉപയോഗിക്കണം. അത് ശരി. നമ്മൾ അപ്പം ഇനി ഒരു കുപ്പിയും കൂടി വാങ്ങിച്ചാൽ 2.5 വർഷം ചെയ്യും. സാൾട്ട് അങ്ങനെ തന്നെയാണ്, പകുതി നിറച്ചാൽ മതി. പകുതി നിറച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ മാത്രം. അല്ലാതെ ഇപ്പോൾ ഇല്ലാന്നല്ല നിങ്ങളെ ഈ ഡിസ്പ്ലേയിൽ കാണിക്കൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിറ്റർജൻറ്റ് നിങ്ങളെ ആവശ്യത്തിന് മാത്രം. ഇപ്പോൾ ഒരു ദിവസം ലോഡ് ചെയ്യുമ്പോൾ അത് മാത്രം. ഈ ചേമ്പ് 2 പ്രസ് കഴിഞ്ഞാൽ തുറക്കും. അതാണ് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ മാത്രം. ഈ 2 എണ്ണം ഈ പറഞ്ഞ പോലെ 40-41 വർഷം 6 വർഷം ആകുമ്പോൾ ഇത് ഡെയിലി. പിന്നെ പാത്രങ്ങൾ ലോഡ് ചെയ്യണത് 2 റാക്ക് വരും. ഹലോ 75%. കാരണം അതിൻ്റെ ഏറ്റവും എണ്ണാറുച്ച ഭാഗത്തൊന്നും എത്തിയിട്ടില്ല. ഇത് ടീസ്പൂണുകളൊക്കെ വെക്കണം. ചെറിയ ചെറിയ എത്ര ചോദിക്കണ്ടേ? 20 ഉറുപ്പിക എടുത്താണ് കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്ന് പറയണത് 20 തരാൻ പറഞ്ഞു കേട്ടോ. പൈസ ചോദിക്കണ്ട കേട്ടോ. അതിനെങ്ങനെ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നീ അതുപോലെ തന്നെ അങ്ങോട്ട് മടക്കി വയ്ക്കും കേട്ടോ. 2 സൈഡിലേക്ക് മടക്കിയാൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, എന്ത് പാത്രം വെക്കണേ, എങ്ങനെ അതിൻ്റെ വീതിയും വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് മാത്രം ഈ റാക്ക് മലപ്പുറം തിരിച്ചെടുക്കാൻ പഠിച്ചു. ഈ റാക്ക് ഇത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് മാറ്റി ഇത് ഇങ്ങോട്ട്. ഇപ്പോൾ ഫുള്ള് ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പാത്രങ്ങളൊക്കെ കുക്കറൊക്കെ ആണെങ്കിൽ അങ്ങനെ കമ്മിറ്റി വെച്ചാൽ സ്ഥലമായി. ഇതെങ്ങനെ വെക്കണ്ടേ? പാത്രം പ്ലേറ്റ് ആണെങ്കിലോ ചിരിച്ചു ഫ്ലൈറ്റിനുള്ളതാണ് ഈ റാക്ക്. ഇങ്ങനെ നമ്മൾ അവിടെ എങ്ങനെ വരിക? കമിഴ്ത്തി വയ്ക്കുമ്പോഴാണ് വെള്ളം ഡ്രെയിൻ ആവും, അല്ലെങ്കിൽ അറിയില്ല.
നമ്മൾ നേരെ ഇരുന്നാലും സാധനം വാഷ് ചെയ്യും. മുകളിലുണ്ട് അർജന്റ് 10 ടൈം നമുക്ക് ട്രെയിൻ ആവണം. നല്ല ട്രെയിൻ ആയിക്കോട്ടെ 10 റാക്കൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു ലെവലിൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴത്തൊക്കെ വെക്കുമ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിരിക്കരുത് പാത്രങ്ങൾ. ഈ ലീഫും തട്ടാത്ത രീതിയിൽ വേണം. അതുപോലെ മുകളിൽ വെക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. റാക്കുകളുണ്ട്, ഇതാ ഇത് മടക്കാം കേട്ടോ. അതുപോലെ തന്നെയാണ് കപ്പുകളൊക്കെ ആണെങ്കിൽ കുളത്തുള്ള കപ്പുകളുണ്ട്, മഗ് അതാണ് ഇങ്ങനത്തെ ഈ സൈഡിൽ വെക്കുക കേട്ടോ. ഓരോ ഐറ്റം പാത്രങ്ങൾ വെക്കണ ടമ്മം കൂടി കാണാം. മറ്റേ നമ്മൾ വെക്കുമ്പോ ഇങ്ങനെയാണോ അങ്ങനെയാണോ ഇങ്ങനത്തെ കുളത്തിലാ. ഇതൊക്കെ സാധാരണ രീതിയിൽ കമഴ്ത്തി വെച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് ഇതിലെങ്ങനെ ഇരിക്കാൻ വെക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വെക്കാം. ഈ ലീഫുമ്പോൾ തട്ടണ മാത്രം വെക്കാം. ഇത് ഈ ലീഫ് എൻ്റെ മാത്രം അടിയിൽ തട്ടാത്ത രൂപത്തിലേക്ക്. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് ഹൈറ്റുള്ള പാത്രങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് സ്വിച്ച് ഉണ്ട്. ഇതാണ്, ഇത് പ്രസ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി സ്പേസ് കുറച്ച് ഹൈറ്റുള്ളതൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കേട്ടോ. താഴ്ത്തണമെങ്കിൽ മാത്രം പ്രസ് ചെയ്താൽ അല്ലെങ്കിൽ പൊക്കവും പ്രസ് ചെയ്യണ്ട. വെക്കുമ്പോ ആ ലോക്കിലെ കുടുങ്ങിയിട്ട് അങ്ങനെ കൊണ്ടു അല്ലേ. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാത്രങ്ങളാണെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, അടുക്കി അടുക്കി വയ്ക്കുക. ഇത് ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ താഴ്ത്തിയിടുക. സ്പേസ് അത് താഴെ വയ്ക്കാം. അത് എന്തിനാ ഉപയോഗിക്കണ്ടേ? സ്പൂണൊക്കെ വെക്കില്ലേ നമ്മൾ, സ്പൂണ് ഫോർക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇത് വയ്ക്കും. മൈന്യൂട്ട് സാധനം അങ്ങനെ ഇരുന്ന് വെച്ചാൽ. ലോഡിങ് ശ്രദ്ധിക്കുക, ഈ ലീഫിലും ആ ലീഫിലും തട്ടണം നോക്കണം. കമഴ്ത്തി വെക്കുക, രണ്ടുമേലും തട്ടാൻ ശ്രദ്ധിക്കുക. പിന്നെ ഡിറ്റർജന്റ് ഇത് പിന്നെ സ്റ്റീമാണ് കേട്ടോ. നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നാലും ആ വെള്ളം പ്രസ് ചെയ്തില്ല, വെള്ളം അതിൽ വരില്ല. അത് ഈ ലീഫ് വഴിയിലേ വരുള്ളൂ. ഈ ഇതിന്റെ തൊളകളാണ് കേട്ടോ, ഇതിൽ കൂടിയേ വരിക. അപ്പൊ ഇങ്ങനെ കറങ്ങുകയും ചെയ്യും, ഹൈ സ്പീഡിൽ പമ്പ് ചെയ്യുകയും ചെയ്യും. മേലത്തെ മാത്രം അല്ലേ. ആ ഹോളിൻ്റെ അതേ കൂടി വരും. പ്രസ് ചെയ്ത് വെക്കും. ഇതിൽ സോപ്പ് പൊടി ആവശ്യത്തിന് മാത്രം. ഇതിൽ നമ്മൾ ടൈല് നടക്കേണ്ടി ഇതല്ലേ. ഇതൊക്കെ ടൈല് വേണമെന്നില്ല. ഹലോ, ഏത്? ഹലോ ഹലോ, ഇതിൻ്റെ ഉള്ളിൽ പറയൂ. വരുന്നുണ്ടോ? ഏതാണ് നിങ്ങളതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മളങ്ങനെ പെൻഡിങ്ങിൽ നമുക്ക് അറിയില്ല. ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് മെയിലിൽ കേട്ടോ. ആ ഓക്കെ. ഓക്കെ, ശരി. ഓക്കെ നിങ്ങളിതിൽ ഇട്ടോളി, ഞാൻ നോക്കിയിട്ട് ഞാൻ വിളിക്കാം തിരിച്ച് കേട്ടോ. ശരി. ഇതിന്റെ ഓപ്പറേഷൻസ് അതാണ് കാര്യമായിട്ട് വെച്ചാൽ ഇതാണ് ഓണാവും. മോഡുകൾ ഇതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഓരോ വാഷിംഗ് മെഷീൻ ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇതും. ഓട്ടോ ഉണ്ട്, ഇന്റൻസീവ് ഉണ്ട്, ഡെലിക്കേറ്റ് ഉണ്ട്, റിഫ്രഷൻ. അപ്പോൾ എന്തിനൊക്കെ വന്നത് ഓട്ടോ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ വാഷിംഗ് മെഷീൻ കോട്ടൺ എന്ന് പറയില്ല, വാഷിംഗ് മെഷീൻ കോട്ടൺ, അതായത് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ കോട്ടൺ എന്ന് പറയും. ഹൈ സ്പീഡ് ടെമ്പറേച്ചർ ആയിരിക്കും, മാക്സിമം വാഷിംഗ് ക്വാളിറ്റി ആവും.
അതാണ് ഈ ഓട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടിലും വെക്കാം കേട്ടോ. ഓട്ടോയിൽ വെക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് എക്സ്ട്രാ ഫങ്ഷൻസ് ഉണ്ട്, അത് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. എങ്ങനെ പറഞ്ഞത്, ഡുവൽ സോൺ ഉണ്ട്. രണ്ട് സോൺ, അതായത് രണ്ട് ഫാനും വർക്ക് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. രണ്ടിലും വെച്ചെങ്കിൽ അത് ചെയ്താണ്. രണ്ട് ഫാൻ ഹാഫ് ലോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പർ ലോ എന്നുണ്ട്. ഇതിപ്പോ മുകളിലത്തെ, ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന മുകളിലത്തേല് മാത്രമുള്ള പാത്രം എന്നാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വാഷിംഗ്. അതല്ല അടിയിട്ടാണെങ്കിൽ അടി, രണ്ടും കൂടി ആണെങ്കിലോ ഇൻഡിക്കേഷൻ ഓഫ് ആക്കിയിട്ടാൽ മതി. രണ്ടും കൂടി. പിന്നെ എനർജി സേവ് ഉണ്ട്, കുറഞ്ഞ ചൂടിലെ വാഷ് ചെയ്യും. കറണ്ട് ബില്ലും കാരണം നമുക്ക് ലാഭിക്കാം. അത്രേ ഉള്ളൂ, സ്റ്റീം ഉണ്ട്. ഇത് കാണിച്ചിട്ടുണ്ടല്ലേ, ആവിയിൽ ഡ്രൈ അതാണെങ്കിൽ സെലക്ട് ചെയ്യും. പിന്നെ ഹൈ ടെമ്പറേച്ചർ ഉണ്ട്, ചൂട് കൂട്ടി വാഷ് ചെയ്യാം. 60 ഡിഗ്രിയുടെ മുകളിൽ പോകും. നോർമലി 60, അതിന്റെ മുകളിൽ പോകും 60, 70, 80 വരെ. അങ്ങനെ കൊടുക്കണ്ടേ, നമുക്ക് നല്ല അടുക്കുള്ള ഡയറ്റ് ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്യാൻ. പിന്നെ എക്സ്ട്രാ ഡയറ്റ് മാക്സിമം എന്നിട്ട് ഇത് ഫുള്ള് എക്സ്ട്രാ ആണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം മതി. ഡിലേ സ്റ്റാർട്ട്, അത് പിന്നെ നമുക്ക് ഏതെങ്കിലും ടൈം ഇത്ര മണിക്കൂർ വെച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ആയാൽ മതി. അതായത് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് മതി എനിക്ക് മെഷീൻ സ്റ്റാർട്ട് ആവുക. നിങ്ങൾ അങ്ങനെ വെക്കാം. മണിക്കൂറാണ് കേട്ടോ അത്. 3 മണിക്കൂർ, 4 മണിക്കൂർ. ഞാൻ ഇപ്പൊ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സമയം കഴിഞ്ഞിട്ട് ഇപ്പൊ ലൈൻ വെള്ളമൊക്കെ വരുന്ന റൂട്ടാണെങ്കിൽ ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്താണെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ജോലിക്ക് പോകണവരാണെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പൊ ഈ സൈഡിലേക്കുള്ളത് ഒക്കെ എക്സ്ട്രാ ആണ് കേട്ടോ, ആവശ്യമാണെങ്കിൽ മാത്രം മതി. ഇത് ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ ടൈമില് വ്യത്യാസം വരും, കൂടും. ഇപ്പൊ 30 മിനിറ്റിന്റെ പ്രോഗ്രാം ആണെങ്കിൽ, അതായത് 1 മണിക്കൂറിന്റെ പ്രോഗ്രാം ആണ്, കുറയ്ക്കും തോറും സമയം കുറയുന്നുണ്ടാവും. എക്സ്ട്രാ ഫങ്ഷൻസ് നമ്മൾ നോർമലി വാഷ് ചെയ്യാൻ എത്ര ടൈം സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൽ ഓരോ ഫങ്ഷൻ. ഇത് ഓട്ടോ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ 49 മിനിറ്റ് ആണ് ഫുൾ ലോഡ്. ഇന്റൻസീവ് ഉണ്ട് 3 മണിക്കൂർ 29 മിനിറ്റ്. ഡെലിക്കേറ്റ് ഉണ്ട് 2 മണിക്കൂറും 14 മിനിറ്റ്. അതായത് സോഫ്റ്റ് ആയിട്ട്, അതായത് ഗ്ലാസ് ഒക്കെ അതിൽ വരും, ഗ്ലാസിന്റെ ഒക്കെ സെറാമിക് ഒക്കെ അതിലാണ് വരിക. ഇത് ജസ്റ്റ് റിഫ്രഷ്, അത് 1 മണിക്കൂറും 3 സെക്കൻഡുമാണ് വരുന്നത് കേട്ടോ. പിന്നെ എക്കോ ഉണ്ട്, അതായത് എക്കോ പറഞ്ഞപ്പോഴല്ലേ എനർജി സേവിങ്. വെള്ളം കുറച്ച് കൺസ്യൂം ചെയ്യുള്ളൂ, എനർജിയും രണ്ടും ഒരേമാതിരി വരാം. പിന്നെ ഇതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ടർബോ അല്ലെങ്കിൽ എക്സ്പ്രസ്, ഈ ബട്ടണിന്മേൽ 2 ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇതാണ് മിനിമം 38 മിനിറ്റ്. അതായത് മനസ്സിലായത്. ഇപ്പോൾ ടർബോ എന്നുള്ള ബട്ടണിന്മേ 3 സെക്കൻഡ് ആകുമ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രസ് കിട്ടും. ഈ ബട്ടൺ 2 ഫംഗ്ഷൻ കൂടിയാണ്. ഈ സ്റ്റാർ എഴുതിയിട്ടുണ്ട്, സ്റ്റാർ എക്സ്പ്രസ്. അതായത് ഈ ബട്ടണിന്മേൽ 1 വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടർബോ കിട്ടും, അതായത് 1 മണിക്കൂർ 48 മിനിറ്റിൻ്റെയും കിട്ടും. അതേ ബട്ടണിന്മേൽ 3 സെക്കൻഡ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 38 മിനിറ്റ് എക്സ്പ്രസ്. ജസ്റ്റ് പെട്ടെന്ന് നമ്മൾ കഴുകിയെടുക്കുക. ഇപ്പൊ നമ്മൾ വല്ലാണ്ട് ഡേർട്ട് ഒന്നും ഇല്ല, അപ്പൊ കഴിച്ചാൽ ജസ്റ്റ് ഒന്ന് എടുക്കണം, കഴുകിയെടുക്കണം. അപ്പൊ 38 മിനിറ്റ് കഴിക്കാൻ സ്റ്റാർട്ട്. പക്ഷെ അതിന് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കും. ഈ 38 മിനിറ്റ് കഴിഞ്ഞാൽ അതിൽ ഓഫായിട്ട് കിടന്നുള്ളൂ. രാത്രി വെച്ചിട്ട് പോയി കിടക്കണമെങ്കിൽ കഴിഞ്ഞാൽ ഓഫായി കിടന്നുള്ളൂ. കാലത്ത് സാധനം എടുത്താൽ ഇപ്പോൾ നിങ്ങളെ സൗകര്യത്തിന് അപ്പൊ ഇതില് ശ്രദ്ധിക്കണം. ഈ ബട്ടൺമേ ഒക്കെ സ്റ്റാർ ഉണ്ട്, അതായത് എക്സ്ട്രാ ഫങ്ഷൻ ഉണ്ട്. എക്സ്ട്രാ ഫങ്ഷൻ സ്റ്റാറുള്ള നമുക്ക് ഓൾറെഡി കഴുകിയ പാത്രങ്ങളാണ്, അതൊന്ന് റിൻസ് ചെയ്യണം. ജസ്റ്റ് ഒന്നും കൂടി കഴുകിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ എക്കോ എന്നുള്ളതിന്മേ 3 സെക്കൻഡ് ഒക്കെ 3 സെക്കൻഡാണ് കേട്ടോ. 18 മിനിറ്റ് സ്റ്റാർട്ട് കൊടുത്തുകഴിഞ്ഞാൽ റിൻസ് ചെയ്ത് കിട്ടും. വാഷ് വരില്ല, റിൻസ് ചെയ്ത് കിട്ടും. അതന്നെ സംഭവം. പക്ഷെ ഇതിൽ കുറച്ച് ഇത് ഇത്ര ഉണ്ടായിരുന്നില്ല, ഇത് പുതിയ മോഡലാണ്. ആദ്യം ഈ ഒരു
3-4 ഫംഗ്ഷനും സ്റ്റാർട്ടും മാത്രമേ ഉണ്ടാവും. ഇപ്പം അതിൽ ഹാഫ് ലോഡ് ഉണ്ടായിരുന്നു, കുറച്ച് എക്സ്ട്രാ ഫംഗ്ഷൻസ് കൂടിയെന്നുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും. 2 പാത്രം എടുത്തോടുന്നാണ് കാണുന്നത്. ഇപ്പം ഇതില് ഞാൻ പറഞ്ഞു നേരത്തെ ഇൻഡിക്കേഷൻ വരുന്ന പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ. ഇതാണ് സാൾട്ട്. സാൾട്ട് കഴിഞ്ഞാൽ കത്തും. ഇത് റിൻസൈഡ് ആ വെള്ളം. ഈ 2 ഇൻഡിക്കേഷനും കത്തുകയാണെങ്കിൽ നിങ്ങൾ അത് റീഫിൽ ചെയ്യണം. അത്രയും കാര്യം നോക്കാം. ലോഡിങ് മാത്രം നോക്കിയാൽ മതി. അതെ, പിന്നെ പ്രോഗ്രാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പം ഉണ്ടാവുന്ന എക്കോലിട്ടൊന്ന് വാഷ് ചെയ്യണം. നോർമലി ഇത് എക്സ്ട്രാ, അതായത് അഡീഷണൽ ഫംഗ്ഷൻ. നമ്മൾ വാഷിംഗ് മെഷീൻ മെഡിക്കൽസ് പ്രീ വാഷിംഗ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ, അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ. ചൂടുവെള്ളം കൂടുതലാണെങ്കിൽ എന്തൊരു വൈഫൈൻ്റെ ലോഗിമ, അത് നമുക്കിത് ഫോൺ വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ മെഷീൻ്റെ അടുത്തൊരു വൈഫൈ റൂട്ടറൊക്കെ വേണം. ഓണും ഓഫ് ആക്കണം മാത്രം, അതോ എല്ലാ ഫംഗ്ഷനും കിട്ടും? ഫംഗ്ഷനും ചെയ്യും. സംഭവം സ്മാർട്ട് തിങ്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾക്ക് ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങള് ഇതിപ്പല്ല, ഞങ്ങൾ പിന്നെ ഒക്കെ യൂസ് ചെയ്തിട്ടേ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ വിളിച്ചാൽ വരുമെന്നാണ്. ഓ ഇവിടെ ആളുണ്ട്, ഇതൊന്ന് വർക്ക് ചെയ്തോ കേട്ടോ. ഫസ്റ്റ് എംറ്റി ആയിട്ടൊന്ന് വർക്ക് ചെയ്യണം, മറ്റുള്ളത് ചെയ്യാം. വർക്ക് ചെയ്തോ. പൈപ്പ് തുറന്നിട്ടല്ലേ? ഇതിപ്പോ എന്തിനുള്ളതാണ് ഈ വെള്ളം നമുക്ക് ഇടാം? ഇത് നമുക്ക് കിട്ടിയില്ലല്ലോ. അത് സോപ്പ് പൊടി ഇത് പിന്നെ നമ്മള് 60 വാഷിങ്ങിന്റെ ടൈമിങ്, ഇത് നമ്മൾ ഇടുമ്പോ മാത്രം യൂസ് ചെയ്യണം. അപ്പൊ ഒരു ഇതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിർബന്ധം